എൻ്റെ പേര് അശോക് കുമാർ എന്നാണ്. ഞാൻ ടെക്ഷോറിന്റെ HSC ഡിപ്പാർട്ട്മെന്റ് മീൻസ് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. ഇവിടെ ഈ നമുക്ക് ഫയർ ആൻഡ് സേഫ്റ്റി മാത്രമല്ല വേറെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ അത്ര പാരമ്പര്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ടെക്ഷോർ. ഇവിടെ നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജി ഉണ്ട്, പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ട്, അതേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഏവിയേഷൻ ഉണ്ട്, ആൻഡ് എല്ലാ യൂണിവേഴ്സിറ്റി കോഴ്സുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എല്ലാ അപ്രൂവലും ഉള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ കേരളത്തിൽ മറ്റ് ഏത് സ്ഥാപനത്തെ അപേക്ഷിച്ച് നോക്കിയാലും അതിനെക്കാട്ടിലെല്ലാം പാരമ്പര്യവും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റ് അപ്രൂവലുകളും യൂണിവേഴ്സിറ്റി അപ്രൂവലുകളും ഉള്ള ഒരു സ്ഥാപനമാണ് ഷോർ. ഇവിടെ ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഞാനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതായത് എനിക്ക് 32 വർഷം ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇപ്പം ഞാനിവിടെ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു സിലബസ് കണ്ടിന്യൂഷൻ ക്ലാസ് അല്ല ഞാനിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ശരിക്കും ഒരു സേഫ്റ്റി പേഴ്സണൽ അവരെങ്ങനെയായിരിക്കണം, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരെന്തായിരിക്കണം, ഒരു സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നിങ്ങളെ പഠിപ്പിക്കും. ശരിക്കും നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ ട്രെയിൻ കോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ മിനിമം ഒരു 1 year എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഴ്സണൽ ആയിട്ടാണ്, ഒരു സേഫ്റ്റി പേഴ്സണലായിട്ടായിരിക്കും ഇവിടുന്ന് പോകുന്നത്. നമുക്ക് അല്ലാതെ തന്നെ നമ്മളിവിടെ പ്രാക്ടിക്കൽ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിന്റെ നിങ്ങളുടെ കുറച്ച് ഞാൻ മറ്റ് ചില ടോപ്പിക്കുകളും കൂടെ ഇതിനകത്ത് ഞാൻ പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ സെൽഫ് മോട്ടിവേഷൻ ക്ലാസ്സസ്, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ്, ഇതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചാണ് വിടുന്നത്. കാരണം ഒരു സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞാൽ അവരെല്ലാം അറിഞ്ഞിരിക്കണം. ഒരു മെക്കാനിക്കലുകാരനാണ് മെക്കാനിക്കലിന്റെ അറിഞ്ഞാൽ മതി, സിവിലുകാരനാണ് സിവിലിന്റെ അറിഞ്ഞാൽ മതി, ഇലക്ട്രിക്കലിന്റെ അറിഞ്ഞാൽ മതി. പക്ഷെ ഒരു സേഫ്റ്റി ഓഫീസർ അങ്ങനെയല്ല. ഈ പറയപ്പെടുന്ന എല്ലാ ആക്ടിവിറ്റീസും ഒരു സൈറ്റിൽ നടക്കുന്നുണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ചെല്ലാം നമുക്കൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് ഈ കോഴ്സുകളെല്ലാം ഇതെല്ലാം ഈ ടോപ്പിക്സ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കൂടെ നെബോഷിന്റെ ഒരു 50% ക്ലാസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ കോഴ്സ് കഴിഞ്ഞ് ആർക്കെങ്കിലും നെബോഷ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് നെബോഷ് പാസ്സാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ അഡ്വാൻറ്റേജും നമുക്ക് ഇവിടെയുണ്ട്. ഫീസിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിനെക്കാട്ടിലും നമുക്ക് കുറച്ച് ഫീസാണ്. അത് ഗവൺമെന്റ് അപ്രൂവൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്ര ഫീസേ വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അറിവുകൊണ്ട് നമ്മൾ ഫീസിന്റെ കാര്യത്തിലും വളരെ കുറഞ്ഞ ഫീസാണ് നമ്മൾ വാങ്ങുന്നത്. നിങ്ങൾ ഈ പഠിക്കുന്ന കോഴ്സ്, പിന്നെ നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞു പോയാലും നിങ്ങൾക്ക് എന്നും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. കാരണം ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചു വിട്ട പിള്ളേർ പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും പ്രൊസീജിയറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ടുകളോ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അവരെന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഉടനെ തന്നെ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കും. അതിന്റെ കോപ്പി അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കും. ഇതെല്ലാം അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാ സഹായവും എന്നിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ പറയുന്ന മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ടെക്ഷോറിൽ വന്ന് എറണാകുളത്ത് ആണ് ടെക്ഷോർ, നോർത്തിൽ വന്നിട്ട് പിന്നെ അതിന്റെ നമ്പറും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കുമോ, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എൻക്വയറി നടത്തുകയോ ഒക്കെ ചെയ്യുക. ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്.